ഇന്ന് നാഷണൽ ഹിന്ദു ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു ചർച്ച യോഗം നടക്കുകയാണ്. നമ്മുടെ പ്രകൃതി സങ്കല്പത്തെക്കുറിച്ച്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഥവാ ഉണ്ടായിരിക്കേണ്ട പാരസ്പര്യത്തെക്കുറിച്ച് ഇന്ന് കേരളത്തെ മൊത്തത്തിൽ വളരെയധികം അലട്ടുന്ന മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച്, അങ്ങനെ ഈ പ്രകൃതി സംരക്ഷണവും അതിൻ്റെ അഭാവത്തിലുണ്ടാവുന്ന ദുരന്ത സാധ്യതയും എല്ലാം ശാസ്ത്രീയമായി ചർച്ചാവിധേയമാക്കാനുള്ള ഒരു യോഗമാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീധരൻജിയുടെ പ്രഭാഷണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ആരംഭത്തിൽ ഒന്ന് വിഷയം മാത്രം വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീ നന്ദകുമാർജി നാഷണൽ ഹിന്ദു ലീഗിൻ്റെ പ്രധാന കാര്യദർശകനെന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ദയവായി അങ്ങനെ പറയരുതേ. കാരണം 100 കണക്കിന് സംഘടനകൾ ആശ്രമത്തിൽ വരാറുണ്ട്. നമ്മളാൽ കഴിയുന്ന നല്ല വാക്കുകൾ അവരുമായിട്ട് പങ്കുവെക്കാറുണ്ട് എന്നല്ലാതെ ഒരു സംഘടനയുടെയും ഉള്ളിൽ നമ്മൾ പ്രവർത്തിക്കാറില്ല. കാരണം കേൾക്കുന്നവർ വിചാരിക്കും ഇയാളതിൻ്റെ ഉള്ളിൽപ്പെട്ട ആളാണ്. ഉള്ളിൽപ്പെട്ട ആളല്ല, അത് ആദ്യമേ മനസ്സിലാക്കുക. അതേ സമയത്ത് വളരെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു. എല്ലാ ആശംസകളും ഹാർദമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാതെ സംഘടനയുടെ ഉള്ളിൽപ്പെട്ട ആളല്ല. ഒന്ന് സുവ്യക്തമാക്കിയിട്ടില്ലാച്ചാൽ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. ശരി, ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ മുല്ലപ്പെരിയാറിൻ്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കില്ല. കാരണം ആധികാരികമായി പഠിക്കാതെ, ഒന്നിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നതൊക്കെയായ അറിവ് വെച്ച് പ്രത്യേകിച്ച് ഊഹാപോഹ പ്രചരണം ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ വായേന്ന് ഒരു വാക്ക് പോലും വരാൻ പാടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രവേശിക്കുകയില്ല. ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നവർ അത് പറയട്ടെ. മറിച്ച് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വൈദിക പാരമ്പര്യത്തിനനുസൃതമായ ഒരു സമഗ്ര വീക്ഷണമുണ്ട്. ആ സമഗ്ര വീക്ഷണത്തിനനുസൃതമായി എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ നോക്കിക്കണ്ടത്, മനുഷ്യനും പ്രകൃതിയുമുള്ള പാരസ്പര്യത്തെ എങ്ങനെ ആചാര്യന്മാർ നമുക്ക് പകർന്നു നൽകി, ഈ വിഷയം മാത്രം അല്പം ചിന്തിക്കാം. ഈ ചിന്തിക്കുന്നതിന് മുന്നോടിയായിട്ട് മറ്റൊന്ന് പറയട്ടെ. ഇന്ന് നമ്മൾ 2 രാഷ്ട്ര നേതാക്കന്മാരോ അല്ലെങ്കിൽ ഒന്നിലധികം ശാസ്ത്രജ്ഞന്മാരോ ഒരു വേദിയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ വരുന്ന 4-5 വിഷയങ്ങളിലൊന്നായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്. ഒരു സമയത്ത് നമ്മൾ ആഗോള താപനം എന്നൊക്കെ പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ ആ വാക്ക് ആരും ഉപയോഗിക്കാറില്ല. കാരണം ആഗോള താപനം മാത്രമല്ല ഉള്ളത്, കാലാവസ്ഥാ വ്യതിയാനമാണ് നമ്മൾ ഇന്ന് ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്നത്. കാരണം ഇന്ന് വരെ അനുഭവിക്കാത്ത തരം തണുപ്പ് പല പ്രദേശങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതേ സമയത്ത് ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത വിധം ചൂടും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭാഗത്ത്, അടിക്കടി വർദ്ധിക്കുന്ന പ്രകൃതി വിക്ഷോഭങ്ങൾ മറുഭാഗത്ത്. മനുഷ്യ സമൂഹം വലിയ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നുമുണ്ട്, ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലുമാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രാകൃതികമായി സംഭവിക്കുന്ന എല്ലാം മനുഷ്യൻ്റെ കൈകടത്തൽ കൊണ്ടാണെന്നോ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ വന്നുകൂടിയ തെറ്റുകളെ കൊണ്ടാണെന്നോ പറഞ്ഞാൽ അത് തെറ്റാണ്.
പലരും അങ്ങനെ പറയാറുണ്ട്, ഇന്നുള്ള എല്ലാ കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണം മനുഷ്യൻ്റെ ഇടപെടലാണ്, മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ജീവിതമാണെന്ന് പറയാറുണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ അറിയുന്ന രീതിയിൽ പിന്തിരിഞ്ഞ് നോക്കിയാൽ കാണാം, അനാദികാലമായി തന്നെ ഭൗമഘടനയിലും മറ്റ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെ ഘടനയിലും പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. സമുദ്രം മരുഭൂമിയായിട്ടുണ്ട്, മരുഭൂമി സമുദ്രമായിട്ടുണ്ട്. അതുപോലെ തന്നെ വൻകരകൾ വേർപെട്ടിട്ടുണ്ട്, വേർപെട്ടവ ക്രമേണ അടുത്തിട്ടുണ്ട്. കൊടുങ്കാടായിരുന്ന പ്രദേശങ്ങൾ തീർത്തും ഒരു വൃക്ഷം പോലും ശേഷിക്കാതെ നശിച്ച് അവിടെ മരുഭൂമിയായിട്ടുണ്ട്. ആ മരുഭൂമി ഏതോ കാലഘട്ടത്തിൽ വീണ്ടും ചെടികൾ വളർന്നു വന്ന പ്രദേശങ്ങളായി തീർന്നിട്ടുമുണ്ട്. അപ്പം നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലാത്ത സ്വാഭാവികമായി പ്രകൃതിയിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങൾ ഏറെയുണ്ട്. അതെല്ലാം മാനുഷികങ്ങളായ കൈകടത്തൽ കൊണ്ടല്ല എങ്കിൽ തന്നെ മനുഷ്യരായ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ വീക്ഷണദോഷങ്ങളെ കൊണ്ടും നമ്മുടെ തെറ്റായ കൈകടത്തൽ കൊണ്ടും എന്തെല്ലാം ദുരിതങ്ങൾ ഈ അമ്മയ്ക്ക് സംഭവിക്കുന്നു, ഈ പ്രകൃതിയിലുണ്ടാവുന്നു. അത് നമ്മുടെ ശാസ്ത്രീയമായ അവബോധത്തിലൂടെയും അതിനനുസൃതമായ പ്രവർത്തനത്തിലൂടെയും എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് മാത്രമേ ശാസ്ത്രീയമായി ചർച്ചാ വിഷയമുള്ളൂ. അല്ലാതെ ഇന്ന് സംഭവിക്കുന്ന എല്ലാത്തിനും മനുഷ്യനൊന്നും അല്ല കാരണക്കാരൻ. നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലാത്ത ഒട്ടനവധി ശക്തികളുടെ പ്രവർത്തനങ്ങളുണ്ട്. അത് പ്രപഞ്ചത്തിൽ മുഴുവൻ സംഭവിക്കുന്നതുമാണ്. കത്തി ജ്വലിച്ച പ്രദേശം ക്രമേണ ശീതളിമയാർന്ന് ക്രമേണ ജീവാവാസയോഗ്യമാകുന്നു. ജീവാവാസയോഗ്യമായ ഗോളങ്ങൾ ക്രമേണ വീണ്ടും തണുത്ത് ഒന്നും അല്ലാണ്ടാവും, അഥവാ ചൂട് കൂടി തിളയ്ക്കുന്ന ലാവ പോലെയാവും. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെങ്ങാണ്ടങ്ങൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു? അതാണ് സത്യം. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസൃതമായി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പ്രപഞ്ച താളത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിച്ചാൽ അത് അവതാളമാവും. ആ അവതാളം നമ്മൾ ഹേതുവായി, വ്യക്തി ഹേതുവായും സമാജം ഹേതുവായും സംഭവിക്കാൻ പാടില്ല. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള എല്ലാ വീക്ഷണങ്ങളും ഇടപെടലുകളും ചർച്ചകളും പ്രവർത്തനങ്ങളും. നമുക്ക് ഭാരതത്തിൽ ചിന്ത ഒതുക്കാം. ഭാരതത്തിൽ നമുക്കറിയുന്ന പൂർവ്വകാലത്തിലേക്ക്, ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തം വ്യാപാരത്തിൻ്റെ 1/3 ഭാരതമാണ് കൈകാര്യം ചെയ്തിരുന്നത്. വൈദേശികർ ഇങ്ങോട്ട് ഭരണാധികാരം കൈയേറുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ പായ്ക്കപ്പലുകൾ, ഉരുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. എല്ലാ വിനിമയവും ഉണ്ടായിരുന്നു. വെറും സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടം മാത്രമല്ല, രത്നങ്ങളായാലും സുഗന്ധദ്രവ്യങ്ങളായാലും ഇനി അറിവായാലും ഈ ഭാരതത്തിൽ നിന്ന് ലോകം മുഴുവൻ പ്രസരിച്ചിട്ടുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളുമായി നമുക്ക് വിനിമയം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ലാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം, 1/3 ലോക വ്യാപാരം ഭാരതത്തിൻ്റെ വകയായിരുന്നു. പക്ഷേ ആ അത്രയ്ക്കധികം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും നമ്മൾ നമ്മുടെ വൈദികമായ ധാർമ്മികമായ വീക്ഷണത്തിനനുസൃതമായിട്ടാണ് ജീവിച്ചു വന്നത്. ആ വൈദികമായ ധാർമ്മികമായ വീക്ഷണത്തെ ഏറ്റവും ചുരുക്കി പറയാമെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയിൽ ഒരു വാക്യം ശ്രദ്ധിച്ചാൽ മതി. സഹയജ്ഞാഃ പ്രജാഃ. ഇതിൻ്റെ വിസ്തരണം നമുക്ക് വേദത്തിലേക്ക് പോകാം. സംഹിതയിലായാലും ശരി, അവിടുന്ന് ഇങ്ങോട്ട് ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും ഉപനിഷത്തുക്കളിലൊക്കെ ഇതിൻ്റെ വിസ്തരണം കാണാം. പക്ഷെ ഇതിൻ്റെ സാരസംഗ്രഹം ഒറ്റ വാക്കിൽ ഗീത നമുക്ക് പറഞ്ഞു തന്നു: സഹയജ്ഞാഃ പ്രജാഃ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രജകളും, പ്രജ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ജായന്തേ ഇതി പ്രജാഃ, ജനിക്കുന്നവരൊക്കെ പ്രജകളാണ്. ഈ പ്രജാശബ്ദത്തെ ചൊല്ലിയൊക്കെ വിവാദം ഉണ്ടാക്കിയ നാടാണ് നമ്മുടേത്.
ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അത് പിന്നെ ഇലക്ഷൻ ചൂടിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ജനിക്കുന്നവരെ പ്രകർഷേണ ജായന്തേതി പ്രജാഹ, ജനിച്ച നമ്മളെല്ലാം പ്രജകളാണ്. അപ്പോൾ പ്രജകൾ എങ്ങനെയാണ്? സഹയജ്ഞാഹ, ഒരു മഹായജ്ഞത്തിൽ അവനവൻ്റെ പങ്ക് വഹിക്കുന്നവരാണ്, ഭാഗഭാഗിത്വമുള്ളവരാണ് എല്ലാവരും. അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരേകകോശ ജീവി എടുത്താലും അഥവാ ഒരേകകോശ സസ്യത്തെ എടുത്താലും വികസിതമായ നാഡീവ്യവസ്ഥയോടുകൂടിയ എന്നെ എടുത്താലും ഇനി ബാഹ്യ പ്രപഞ്ചത്തെ എടുത്താലും നമ്മളെല്ലാം ഒരു യജ്ഞത്തിൽ അവനവൻ്റെ ഭാഗഭാഗിത്വമുള്ളവരാണ്. എന്ന് വെച്ചാൽ അർത്ഥം, എൻ്റെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരു മൈക്രോബിനെ പോലും സ്വാധീനിക്കും. ഒരു ബാക്ടീരിയയുടെ ചിന്തയും പ്രവർത്തനവും പോലും എന്നെയും സ്വാധീനിക്കും. ഇങ്ങനെ പരസ്പരം സ്വാധീനിച്ചും സ്വാധീനിക്കപ്പെട്ടും ജീവിക്കുന്ന ഒരു യജ്ഞചക്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ആ യജ്ഞചക്രത്തിൽ അവനവൻ്റെ പങ്ക് വഹിക്കേണ്ടവരാണ് സകലരും. ഇതാണ് നമ്മുടെ സകല പ്രാപഞ്ചിക വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള സൂത്രവാക്യം. അപ്പം നമുക്ക് സമ്പന്നതയ്ക്ക് പലതും ചെയ്യണം. വേദം തന്നെ നമ്മളോട് ദരിദ്രരായിരിക്കാനല്ല പറഞ്ഞത്, സമ്പന്നരാവാനാണ് പറഞ്ഞത്. വേദം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് പിന്നോക്കം പോവരുത്. പക്ഷേ ഈ കാഴ്ചപ്പാടിനനുസൃതമായി ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അത് ഉൾക്കൊണ്ട നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഭൂമിയെ സ്പർശിച്ചു. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എൻ്റെ കാൽവെപ്പ് ഒന്ന് ക്ഷമിക്കണേ അമ്മേ, എനിക്ക് നടക്കുമ്പോൾ എന്തായാലും അമ്മയെ ചവിട്ടാതിരിക്കാൻ വയ്യല്ലോ. പറമ്പിൽ കുഴിക്കണ്ടെന്ന് പറഞ്ഞില്ല, കൈക്കോട്ടെടുത്ത് കുഴിക്കുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ മർമ്മങ്ങൾ ഞാൻ ഭേദിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നമ്മൾ ഭൂമിയെ കുഴിച്ചു. വൈദിക മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവിടെ ജലസേചന പദ്ധതി വേണ്ടെന്ന് നമ്മൾ ആചാര്യന്മാർ ആരും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ലോകത്തിൽ ആദ്യത്തെ ജലസേചന പദ്ധതി കൊണ്ടുവന്ന ആളെ നമ്മൾ അംശാവതാരമായിട്ട് മാനിക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗത്തു കൂടെ പുഴവെള്ളം സമൃദ്ധമായി പോവുകയും മറ്റു ഭാഗമൊക്കെ വരണ്ട് കിടക്കുകയും ചെയ്യുന്നത് കണ്ട സമയത്ത് ആ വരണ്ട സ്ഥലത്ത് കൃഷി ഉണ്ടാക്കാൻ കഴിയാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ബലരാമൻ ഒന്ന് പ്രാർത്ഥിച്ചു, കാളിന്തി ഇതിലൊന്ന് ഒഴുകുമോ? തയ്യാറായില്ല. അങ്ങനെ എന്നാ ഒന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് കലപ്പ എടുത്ത് ചാല് കീറി ജലസേചനത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയ ആളെ അവതാരമായി പൂജിച്ച നമുക്ക് ജലസേചന പദ്ധതിക്ക് എതിര് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ട്. ആ താളത്തിനനുസൃതമായി ചെയ്യാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ആ കാഴ്ചപ്പാടാണ് വൈദികമായി തന്നെ ഇവിടെ നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ദോഹനം എന്നുള്ള സങ്കല്പം. ദോഹനം ചെയ്യുക, കറന്നെടുക്കുക. കറന്നെടുത്താൽ നമുക്ക് സമൃദ്ധിയാണ്, പശുവിന് സന്തോഷമാണ്. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇത് കറന്നെടുക്കുന്നതിന് പകരം അകിടൊന്ന് മുറിച്ചാലോ, ഉള്ള പാല് മുഴുവൻ എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ കൂടുതൽ പാല് കിട്ടാൻ വേണ്ടി അകിട് മുറിക്കാൻ തുടങ്ങി. അന്ന് മുതൽ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങി, പ്രകൃതിയെ ചൂഷണം ചെയ്താൽ മനുഷ്യന് സമ്പന്നത നേടാമെന്ന്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് വികാസം നേടാം. പ്രകൃതിയെ ചൂഷണം ചെയ്താൽ വികാസമല്ല നേടുക, വിനാശമാണ് നേടുക. പ്രകൃതിയെ ദോഹനം ചെയ്യാം, കറന്നെടുക്കാം, അല്ലാതെ അകിട് മുറിക്കാൻ പറ്റില്ല. ഈ കാഴ്ചപ്പാടിൻ്റെ വ്യതിയാനം എവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത്? നമുക്കൊന്ന് പരിശോധിച്ചേ മതിയാവും. വൈദികമായ ഭാരതീയമായ ദോഹനം എന്ന സങ്കല്പത്തിൽ നിന്ന് ചൂഷണം എന്ന സങ്കല്പത്തിലേക്കുള്ള വ്യതിയാനത്തിൻ്റെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ കുറേ പിന്നിലേക്ക് പോകേണ്ടി വരും. 1000 വർഷത്തിലധികം പിന്നിലേക്ക് പോകേണ്ടി വരും. അതായത് ഈ പ്രകൃതിയിലെ എല്ലാത്തിനെയും മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയത് എന്ന കാഴ്ചപ്പാടിലേക്ക്.
വൈദികമായ ഭാരതീയമായ കാഴ്ചപ്പാട് മനുഷ്യന് വേണ്ടി ദൈവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ജന്തുവിന് വേണ്ടി ദൈവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് എല്ലാവരും ഒത്തുചേർന്ന് പരസ്പര ആദാന പ്രദാനത്തിലൂടെ നിലനിൽക്കുന്ന യജ്ഞ ശൃംഖലയാണ് ഇവിടെയുള്ളത്. മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മനുഷ്യന് മറ്റെല്ലാത്തിനെയും ചൂഷണം ചെയ്യാൻ അധികാരമുണ്ട്. ഈ സിദ്ധാന്തത്തെ മുൻനിർത്തുന്നവർ മതവും സാമ്രാജ്യത്വവും ഒത്തുചേർന്ന സമയത്ത് സ്വാഭാവികമായി പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്രയാകേണ്ടി വന്നു. ആവർത്തിക്കുന്നതിനൊരു വിരോധവും ഇല്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യണമെന്ന, അഥവാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയതെന്ന ആശയക്കാർ മതവും സാമ്രാജ്യത്വവും കൈകോർത്തപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്ര തിരിക്കേണ്ടതായി വന്നു. ആ യാത്ര തിരിച്ചവർ, അത് ബ്രിട്ടൻ ആയിക്കോട്ടെ, ഇനി ഇന്നത്തെ കണക്കിന് നെതർലാൻഡ്സ് ആയിക്കോട്ടെ, ഇനി പോർച്ചുഗൽ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങൾ, ലോകം മുഴുവൻ അവരുടെ അധിനിവേശം ചെയ്തു. ലോകത്തിൻ്റെ 1/3 പ്രദേശവും ബ്രിട്ടൻ്റെ മാത്രം ആധിപത്യത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പേര് വിളിച്ചത്. ലോകം മുഴുവൻ ഉണ്ടായിരുന്ന പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് ജൈവ വൈവിധ്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടുണ്ടായിരുന്ന ജീവിത ദർശനങ്ങൾ അപ്രസക്തമായി തീർന്നു. ആ ജീവിത ദർശനങ്ങൾ നമുക്ക് അല്പം പിന്നിലേക്ക് പോയി പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്തിൻ്റെ മുഴുവൻ പ്രാചീന സംസ്കൃതിയുടെ ഭാഗമായിരുന്നു. കേവലം ഭാരതത്തിൻ്റെയോ വേദത്തിൻ്റെയോ മാത്രമാണെന്ന് അഹങ്കാരം കൊള്ളരുതാരും. ഈ ഭാരതത്തിൽ മാത്രമേ ഈ പ്രകൃതി സ്നേഹവും ഈ ഒരു സന്തുലിത കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു എന്നാരും വിചാരിക്കരുത്. ലോകം മുഴുവനുള്ള പ്രാചീന സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംസ്കാരങ്ങളൊക്കെ ഈ പറഞ്ഞ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയവരാൽ നശിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം. അവർക്ക് ഗ്രീസിനെ നശിപ്പിക്കാൻ ഏതാനും വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. അവർക്ക് റോമിനെ നശിപ്പിക്കാൻ ഏതാനും വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഇറാഖിനെയും ഇറാനെയും നശിപ്പിക്കാൻ ഏതാനും വർഷമേ വേണ്ടി വന്നുള്ളൂ. അമേരിക്കയിൽ മായൻ സംസ്കാരത്തെ നശിപ്പിക്കാൻ വളരെ കുറച്ച് വർഷമേ വേണ്ടി വന്നുള്ളൂ. നമുക്കേറെയൊന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അത്തരം പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രാചീന സംസ്കാരങ്ങൾക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രകൃതിയുടെ താളത്തിനനുസൃതമായി ജീവിക്കണമെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിന് ഇനി പ്രസക്തിയില്ലേ? വരും കാലങ്ങളിൽ അതിന് പ്രസക്തി ഏറെയാണെന്ന് മാത്രം അറിയുക. ഭാരതീയ സംസ്കൃതിയെ മാത്രം വേറിട്ട് കാണാതെ ലോകം മുഴുവൻ ഈ ഒരു തന്തുബന്ധമുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതേ രീതിയിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക്? ലോകക്രമത്തെ ഒരിക്കലും ഇല്ല. പക്ഷെ വീക്ഷണത്തിൻ്റെ സ്വാഭാവിക വികാസമാണ് ഉണ്ടാവേണ്ടത്. ഒന്നിൻ്റെ സ്ഥാനത്തിന് അത് തിരസ്കരിച്ച് മറ്റൊന്നിനെ കുടിയേറ്റുന്നതല്ല ഉണ്ടാകേണ്ടത്. പറഞ്ഞാശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീക്ഷണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഒറ്റ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. 100 കണക്കിന് പ്രഭാഷണ വേദികളിൽ പറഞ്ഞ് മടുത്തൊരു ദൃഷ്ടാന്തമാണ്. പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പറയുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വളരെ ദൂരെ ഒരു രാജ്യത്തിൽ വേദാന്ത പ്രഭാഷണത്തിന് വേണ്ടി പോയ സമയത്ത്, വേദാന്ത ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഉണ്ടായൊരു അനുഭവം നമ്മൾ പലരോടും പങ്കുവെച്ചു. ബഹാമസിലാണ്. അവിടെ രാവിലെയും വൈകുന്നേരമാണ് ക്ലാസ് ഉള്ളത്, ഉപനിഷത്ത് ക്ലാസ് ഉള്ളത്. പകല് ചുറ്റുപാടൊന്ന് കാണാനൊക്കെ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു പഴയ ലൈബ്രറി ബഹാമസിൽ, ആ ഒരു പഴയ ലൈബ്രറിയുടെ മുമ്പിൽ വലിയൊരു മരം, ആ മരത്തിന് ചുറ്റും കരിങ്കലിൻ്റെ ഒരു തറയുണ്ട്. ആ തറയിൽ 3 പേര് ഇരിക്കുന്നു. ബലിഷ്ഠരാണ്, അതിബലിഷ്ഠർ. ഒരു 6 അടി പൊക്കം ഉണ്ടാവും, ഒരു 3.25 അടിയെങ്കിലും വീതി ഉണ്ടാവും. നല്ല നല്ല കരിക്കട്ട പോലത്തെ ശരീരമാണ് 3 പേരും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളെ ചൂണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഒരു ബ്രഹ്മചാരി ഉണ്ട്, ബ്രഹ്മചാരി പ്രണവ ചൈതന്യ. അദ്ദേഹം ഇപ്പോൾ ഇല്ല, കോവിഡ് കാലത്ത് കോവിഡ് വന്ന് ശരീരം പോയി. അദ്ദേഹം ഇസ്രായേലിൽ നിന്നുള്ള ഒരു ബ്രഹ്മചാരിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടാണല്ലോ പറയണത്, ഞാനൊന്ന് അവരുടെ അടുത്തേക്ക് പോട്ടെ എന്ന് ഞാൻ ബ്രഹ്മചാരിയോട് പറഞ്ഞു. അദ്ദേഹം പോണ്ട സ്വാമി, അവർ കുടിച്ചിട്ടുണ്ട് നല്ലപോലെ, എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാനും കുടിച്ചിട്ടുണ്ടല്ലോ, ഞാനും കുടിച്ചിട്ടാണല്ലോ ഇപ്പോൾ പുറപ്പെട്ടത് ആശ്രമത്തൊന്ന്. ഊണ് കഴിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് പുറപ്പെട്ടെ. പിന്നെന്ത്? അല്ല സ്വാമി, തമാശയല്ലത്, അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യരല്ലേ, എങ്ങനെ പ്രതികരിച്ചാൽ എന്താ?
അവരെന്നെ കൊണ്ടാണ് പറയണം, കാരണം എന്നെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. ഈ ബ്രഹ്മചാരി വന്നില്ല, ബ്രഹ്മചാരി കുറച്ച് ദൂരെ നിന്നു. ഞാൻ അടുത്തെത്തി. അവർ ചോദിച്ചു, നിങ്ങളൊരു സന്യാസിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സന്യാസിയാണ്, പക്ഷെ എന്തുകൊണ്ടാണ് എന്നെനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല. ഞാൻ തിരുത്തി പറഞ്ഞു, അഥവാ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഞാനൊരു ഹിന്ദു സന്യാസിയാണ്. ഉടനെ 2 പേര്, 3-ൽ 2 പേര് ചാടി കെട്ടി അങ്ങോട്ട് പിടിച്ചു, എന്നെ അങ്ങോട്ട് പൊക്കി. ഭഗവാനെ, ഇപ്പോഴും അവരുടെ സ്നേഹാധിക്യത്തിൻ്റെ ഫലമായിട്ടുള്ള വേദന ഇവിടെ ഓർമ്മ വരികയാണ്. അത് ബലിഷ്ഠന്മാരാണെന്നേ. നല്ല നല്ല ഇരുമ്പ് പോലത്തെ ദേഹമാണ്, ഒരു 6 അടി പൊക്കം, എത്ര പൊക്കമുണ്ട്, ഇത്ര വീതിയുണ്ട്. ഈ സമയം കൊണ്ട് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് മൂന്നാമനും കൂടി ഞാൻ ആകാശത്തിൽ. ഇപ്പോൾ പുതിയൊരു ഭാഷ ഉണ്ടല്ലോ, എന്താ, എയറിലാവുക. ഞാൻ അങ്ങോട്ട് എയറിലായി. ഒരുവിധം മദ്യത്തിൻ്റെ മണമൊക്കെ എനിക്കറിയാം. പല അമ്പലങ്ങളിലും ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള മണങ്ങളൊക്കെ കിട്ടാറുണ്ട്. പല സ്ഥലത്തും തിരിച്ച് അപ്പുറം പ്രസിഡന്റും സെക്രട്ടറി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പ്രഭാഷണം തിരിച്ചു വരുമ്പോൾ ചെറിയൊരു ലഹരി എനിക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതെന്ത് നാടൻ സാധനം അവർ കുടിച്ചതെന്ന് എനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല. എന്തോ ഒരു നാടൻ സാധന ഭഗവാനെ. ഇതിൻ്റെ എല്ലാം കൂടി ഇവരുടെ ഈ പിടുത്തം, ഈ ഗന്ധം, ഇതെല്ലാം കൂടി ആകെ തല കറങ്ങണ പോലെയായി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക്. അത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. അവർ പറഞ്ഞു, there is a thread, a common thread connecting us together. എല്ലാവരും ആ വാക്ക് തന്നെ ഓർമ്മിക്കുക. there is a thread, a common thread connecting us together. അവരത് ഓർമ്മിച്ചു. ഇന്നും ലോകത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്. അതിനെ ഉജ്ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒന്നുകൂടി പറയാം, അതിനെ ഉജ്ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ചൂഷക സിദ്ധാന്തം നമുക്കില്ലാതാക്കാം, ദോഹന സിദ്ധാന്തം നമുക്ക് വീണ്ടും കൊണ്ടുവരാം. അത് വികസനത്തിനെതിരല്ല, അത് വികസനത്തിന് അനുകൂലമാണ്. നേരത്തെ ഇവിടെ ഇതിൻ്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ ശ്രീ രാമസിംഹൻജി പറഞ്ഞു, വയനാട്ടിലെ വിളകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വൈവിധ്യമാർന്ന വിളകൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ബാല്യ കൗമാര സ്മൃതി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ന് കാണുന്നില്ല. സമ്പത്ത് ഉണ്ടാവുക ചെയ്യുക, അല്ലാതെ ഇല്ലാതാവുക അല്ല ചെയ്യുക. ഇവിടെ ചൂഷണം എന്നുള്ള ആശയമല്ല, ദോഹനം എന്നുള്ള ആശയമാണ്. അവിടെ ഞാൻ അമ്മയാണ്, അമ്മയുടെ മകനാണ്, എൻ്റെ അമ്മ ഭൂമിയാണ്. ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള വികസന നയങ്ങൾ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. കാരണം ഈ പ്രപഞ്ചം ഒരു യജ്ഞചക്രത്തിലാണ് നിലകൊള്ളുന്നത്. ഏവം പ്രവർത്തിതം ചക്രം എന്ന് ഭഗവത്ഗീത അതിനെ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കും. ഏവം പ്രവർത്തിതം ചക്രം. എൻ്റെ ഓരോ ചിന്തകളും ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനവും ഈ ലോകത്തിലെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്, എല്ലാ ജന്തുക്കളെയും അവരുടെ തന്നെയും. ഈ പരസ്പരം സ്വാധീനിച്ചും സ്വാധീനിക്കപ്പെട്ടുമുള്ള യജ്ഞ ശൃംഖലയിലെ കണ്ണി മാത്രമാണ് നമ്മൾ. അപ്പോൾ ഈ പ്രപഞ്ച താളത്തിന്, ഈ താളത്തിന് എന്താ പേര്? പ്രപഞ്ച താളത്തിന് മനോഹരമായൊരു പേരുണ്ട്. ആ പേരാണ് ധർമ്മം എന്നുള്ളത്. പലരും ധർമ്മം എന്നുള്ളതിനെ റിലീജിയൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അബദ്ധാക്കി. റിലീജിയനും ധർമ്മവും തമ്മിൽ ഒരു ബന്ധവുമില്ല, കുല ബന്ധമില്ല. റിലീജിയൻ വേറെ, ധർമ്മം വേറെ. ധർമ്മം എന്ന് പറഞ്ഞാൽ ഏന ധാര്യത്തെ സർവം, ഒരണു കണം മുതൽ, അഥവാ അതിനേക്കാൾ താഴേക്ക് ഇന്ന് പലതും പോകുന്നുണ്ട്. പണ്ടൊക്കെ ആണവിക കണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും, സബറ്റാമിക് പാർട്ടിക്കിൾസ് എന്നൊക്കെ. ഇപ്പോൾ അവിടെ നിന്നും താഴേക്ക് പോയിട്ടാണ് ഇന്നത്തെ ഊർജ്ജതന്ത്രജ്ഞന്മാർ നമ്മളോട് പറഞ്ഞു തരണത്. അവിടെ മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ പരിധി നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അനേക കോടി ബ്രഹ്മാണ്ട നായകൻ, അനന്തകോടി ബ്രഹ്മാണ്ട ജനനി, ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്നവർക്കറിയാം. അപ്പോൾ ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന പ്രപഞ്ചം വരെ എല്ലാം ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്നത് ഏത് വ്യവസ്ഥയാലാണോ ആ വ്യവസ്ഥയാണ് ധർമ്മം. അതാണ് പ്രപഞ്ചത്താളം. ഈ താളത്തിനനുസൃതമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ താളത്തിനനുസൃതമായി ജീവിച്ചാലേ നമ്മുടെയൊക്കെ ജീവിതം അവതാളത്തിലാവാതിരിക്കൂ. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മാത്രം പോരെ, നമ്മളെ സംബന്ധിച്ചും വേണേ അർദ്ധരാത്രിയിൽ ഇരുന്ന് ഈ സാധനം ഇങ്ങനെ ഞെക്കണ കൂട്ടുക, എന്നിട്ട് രാവിലെ കിടന്നുറങ്ങുക. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് യൂണിവേഴ്സൽ ക്ലോക്ക് മാറ്റാനുള്ള അധികാരമുണ്ടോ? യൂണിവേഴ്സൽ ക്ലോക്ക് മാറ്റാമെങ്കിൽ ഉദയം അസ്തമയം നമുക്ക് മാറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ വിരോധമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ താളത്തിനനുസൃതമായി ജീവിക്കാൻ പഠിക്കണം. രാത്രി നേരത്തെ കിടന്നുറങ്ങണം, രാവിലെ നേരത്തെ ഉണരണം.
ഇല്ലെങ്കിൽ നമ്മുടെ ന്യൂറോ സിസ്റ്റം മുഴുവൻ താറുമാറാകും. മുഴുവൻ അവതാളം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി. ഒരു സമാധാനമായിട്ട് സംസാരിക്കുന്ന സമൂഹത്തെ തന്നെ കാണാനില്ല. എല്ലാത്തിനും വൈകാരികമായ റിയാക്ഷൻസാണ് വരുന്നത്. റിയാക്ട് ചെയ്യാണോ നമ്മൾ വേണ്ടത്? റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണ്ടേ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? ഈ പ്രപഞ്ച താളത്തിൽ നിന്ന് നമ്മൾ അകലുകയാണ്. ഈ താളം എന്നൊക്കെ പറഞ്ഞാലേ പെട്ടെന്ന് കുട്ടികളോടൊന്നും പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ കുറച്ച് നല്ല സിർക്കാഡിയൻ റിഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം ശ്രദ്ധിക്കും. എന്താ സ്വാമി പറഞ്ഞേ എന്ന് ചോദിക്കും. അതെ, ഈ റിഥം അതില്ലാതാകുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. ഈ ഒരു വീക്ഷണം നമ്മുടെ ഹൃദയത്തിലുണ്ടാവുകയും അതിനനുസൃതമായ വികാസങ്ങളെ നേടുകയും വേണം. ഇന്നത്തെ ഈ ഒരു വിഷയാവതരണത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ പശ്ചിമഘട്ടം എന്നുള്ള ഒരു പ്രധാന വിഷയമാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ചവർ എത്ര പേരുണ്ട് ഇതിലെന്നാവോ? ഞാൻ പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്, എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. ഉള്ളത് സത്യം തുറന്ന് പറയണമല്ലോ. പൂർണ്ണമായിട്ട് 1-2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ചില മനസ്സിലാവാത്ത ആശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിൽ ഗാഡ്ഗിൽ അതിൻ്റെ പ്രിഫേസിൽ തന്നെ രഘുവംശത്തു നിന്ന് കാളിദാസനെ ഉദ്ധരിച്ചും കൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം കാളിദാസൻ ഏറ്റവും അധികം ഹാർദമായ വിശദീകരണം കൊടുത്തത് എപ്പോഴും ഹിമാലയത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ പശ്ചിമഘട്ടത്തെ ഒരു യുവതിയായിട്ടാണ് കൽപ്പിച്ചത്. ഹിമാലയത്തെ ദേവതാത്മാവായിട്ടാണ് കൽപ്പിച്ചത്. അതേ കാളിദാസൻ യുവതിയായിട്ടാണ് കൽപ്പിച്ചത്. ആ യുവതി നല്ല നല്ല ഹരിത വർണ്ണമുള്ള വൈവിധ്യപൂർണങ്ങളായ വർണ്ണങ്ങളോടുകൂടിയ പട്ടുവസ്ത്രം ധരിച്ച് അങ്ങനെ നീണ്ട് കിടക്കുക എന്നാണ് കാളിദാസൻ പറഞ്ഞ്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഗാഡ്ഗിൽ തൻ്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. ഗാഡ്ഗിൽ എന്ന് പറയുമ്പോൾ ഗാഡ്ഗിൽ മാത്രമല്ല എന്നറിയാലോ, പ്രഗത്ഭന്മാരായ 14 പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ. നമ്മളത് വായിച്ചു നോക്കിയില്ല. പകരം നമ്മളെന്ത് പറഞ്ഞു? ഗാഡ്ഗിൽ വികസനത്തിനെതിരാണ്, ഗാഡ്ഗിൽ കൃഷിക്കെതിരാണ്, ഗാഡ്ഗിൽ ടൂറിസത്തിനെതിരാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായി കേട്ടത്. ആ റിപ്പോർട്ട് ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് ആരെങ്കിലും പറയുമോ ഗാഡ്ഗിൽ ടൂറിസത്തിനും കൃഷിക്കും എതിരാണെന്ന്? അല്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് കൃഷിയും ടൂറിസവും പ്രൊമോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. കൃഷിയും ടൂറിസവും പ്രൊമോട്ട് ചെയ്യണം. അതിന് 3 മേഖലകളായി പശ്ചിമഘട്ടത്തെ തിരിച്ച് 1-ാം നമ്പർ മേഖലയിൽ മനുഷ്യൻ്റെ കൈകടത്തൽ ഉണ്ടാവരുത്. അവിടത്തേക്ക് മനുഷ്യൻ പോകും. പക്ഷെ ചെറിയൊരു ഏരിയയേ ഉള്ളൂ, വളരെ ചെറിയ ഏരിയയേ ഉള്ളൂ. അവിടെ മനുഷ്യൻ ഒരു മരവും വെച്ച് പിടിപ്പിക്കരുത്. ഈട്ടിയും തേക്കും മരുതും വെട്ടിനാം യൂക്കാലി കൊച്ചനെ പാട്ടിലാക്കി എന്നല്ലേ പണ്ട് അയ്യപ്പ പണിക്കർ പാടിയത്. ആ യൂക്കാലി മാത്രമൊന്നും അല്ല, ഇപ്പോൾ ഭീകരം വേറൊരു സാധനമുണ്ട്, അക്കേഷ്യ. അക്കേഷ്യ കൊണ്ട് കുറേ ഗുണമുണ്ട്. നമ്മുടെ ഫേണിച്ചറിൽ പ്രധാനമായിട്ട് ഇപ്പോൾ വില കുറഞ്ഞ് നല്ല ഫേണിച്ചർ കിട്ടുന്നത് അക്കേഷ്യ ഉള്ളതുകൊണ്ടാണ്. അക്കേഷ്യ വേണ്ടെന്നൊന്നും അല്ല പറയണത്. ഇതൊക്കെ എവിടെ വെക്കണം? അപ്പോൾ തലമുടി തലയിൽ നല്ലതാ. മൊട്ട തല കാണിച്ചിട്ട് തലമുടി തലയിൽ നല്ലതെന്ന് പറഞ്ഞാൽ മോശം കിട്ടുമോ? എന്നാലും ഒരാൾ നല്ല ഒരുപാട് തലമുടിയൊക്കെ ആഗ്രഹിച്ച് എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആളായാലും അത്രയും നീണ്ട തലമുടി എത്ര ഭംഗി തലയിലുണ്ടോ അത്രയും ഭംഗി കുറവാ ചോറ്റും പാത്രത്തിൽ കണ്ടാൽ. അവിടെ നീളം കുറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അവിടെ ഏറ്റവും നീളം കൂടുന്നതിനനുസരിച്ച് വിഷമമാണ്. സ്ഥാനം തെറ്റിയാൽ ഒന്നും ശോഭിക്കില്ല. അപ്പോൾ ഓരോരുത്തർ ഇരിക്കേണ്ട അടുത്ത് ഇരിക്കണം. ഫസ്റ്റ് സോണിൽ ഒരാളും ഉണ്ടാവരുത്, അവിടെ ക്വാറി ഉണ്ടാവരുത്, അവിടെ റിസോർട്ടുകൾ ഉണ്ടാവരുത്, അവിടെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാവരുത്. പക്ഷെ ചെറിയൊരു ഏരിയ ഉള്ളൂ. ആകെ ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു മേഖലയാണ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിക്കുന്ന ഫസ്റ്റ് സോൺ. ആകെ കേരളത്തിന് 46-47 കിലോമീറ്റർ വീതിയുള്ളൂ എന്ന് ഓർമ്മിക്കുക. ചില സ്ഥലത്ത് മാത്രമാണ് 50-ന് മുകളിലുള്ളത്, വളരെ കുറച്ച് സ്ഥലം. സെക്കൻഡ് സോണിൽ നിയന്ത്രണ വിധേയമായി കൃഷിയാവാം, അവിടെ റിസോർട്ടുകളാവാം, പക്ഷെ മൾട്ടി സ്റ്റോറി പാടില്ല. കയറി വന്ന ഒരു നില കെട്ടിടം. തേർഡ് സോണിൽ എന്തു ആവാം. ഇത് പറയുന്ന സമയത്ത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ഈ 5 സംസ്ഥാനങ്ങളിലൂടെ, തമിഴ്നാടിൻ്റെ ഒരേ ചെറിയ ഭാഗമേ ഉള്ളൂ എങ്കിലും 5 സംസ്ഥാനത്ത് നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടം 2 സംസ്ഥാനക്കാരായ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, 1 ഗോവ, 2 കേരളം. കാരണം ഈ 2 സംസ്ഥാനത്തിലും മുഴുവൻ പശ്ചിമഘട്ട. കേരളത്തിൽ ഒരു ജില്ല പോലും ഇല്ല പശ്ചിമഘട്ടം കടന്നു പോകാത്തത്.
നാളെ ആരോ പറഞ്ഞു ആലപ്പുഴ ഉണ്ട് സ്വാമി. ആലപ്പുഴയില്ല, കാരണം ചെങ്ങന്നൂർ ആലപ്പുഴയിൽ പെട്ടതാ. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്ന വാലുണ്ട് അങ്ങോട്ട്. ചിന്തിക്കുക. അപ്പം ഇതിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച്, സംരക്ഷണത്തിനനുസരിച്ചതാ നമ്മുടെയൊക്കെ സുസ്ഥിതി. അവിടെയാണ് നേരത്തെ പറഞ്ഞ വീക്ഷണം, അതിനനുസൃതമായ വികാസം. നമുക്ക് അത്ഭുതം തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ മാസം കോട്ടയം ജില്ലയിൽ മേദിരി എന്നുള്ള സ്ഥലത്ത് പോയി. അവിടെയാണ് കോട്ടയം ജില്ലയിലെ 4 ശ്രീരാമ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ശത്രുഘ്നൻ്റെ ക്ഷേത്രം, അതിനോട് ചേർന്ന് വലിയൊരു ക്വാറിയാണ്. വലുതെന്ന് പറഞ്ഞാൽ വലുത്, ഒരു പ്രദേശം മുഴുവൻ. വലിയ സമുന്നതമായിരുന്ന പാറയായിരുന്നു, മലയായിരുന്നു, പർവ്വതമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ആയിരക്കണക്കിന് വർഷം മുമ്പല്ല, അതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അഗാധമായ കുഴിയാണ്, അതിൽ മുഴുവൻ വെള്ളമാണ്. എപ്പോഴതൊരു വാട്ടർ ബോംബിൻ്റെ ഒരു ഇഫക്റ്റ് വന്നിട്ട് പൊട്ടിത്തെറിക്കുകയെന്ന് ആർക്കും അറിയില്ല. സമീപസ്ഥമായ ഏത് കാലത്തും സുലഭമായി വെള്ളമുള്ള കുളം വെള്ളമില്ല. 3 മാസം വെള്ളം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ചുമന്നൊരു വെള്ളമാണ്. നല്ല പളുങ്ക് പോലത്തെ വെള്ളമായിരുന്നു ആദ്യം. ഈ ക്വാറിക്കെതിരായി പറയാൻ ഇവിടെ ആർക്കും സാധിക്കില്ല, കാരണം അതിൻ്റെ പങ്ക് പറ്റുന്നവരാണ് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാർ. അതിൽ കോൺഗ്രസ് എന്നോ BJP എന്നോ മാർക്സിസ്റ്റ് എന്നോ CPIM എന്നോ അല്ലെങ്കിൽ ജനത എന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാ പാർട്ടിക്കാർക്കും അവരെ പൈസ വേണം. എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും വേണം. ഉത്സവം നടത്തണ്ടേ, കരിമരുന്ന് പൊട്ടിക്കണ്ടേ, ആന എഴുന്നള്ളിക്കണ്ടേ, എല്ലാ പള്ളിക്കാർക്കും വേണം. ഇതിൽ മതഭേദമില്ല, രാഷ്ട്രീയ ഭേദമില്ല. ചിന്തിക്കുക. അപ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരെ കുറ്റം പറയുന്ന വിഭാഗം. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ ഇങ്ങനെയുള്ള കൊള്ളലാഭങ്ങളും. ഇപ്പോൾ വലിയൊരു മാഫിയാണ് ഈ റിസോർട്ട്, ക്വാറി, പൊളിറ്റിക്കൽ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിലിപ്പോൾ അമ്പലവും പള്ളിയും ഒക്കെ പെടും. ആർക്കും വിരോധം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല, സത്യമാണത്. ഇന്ന് ഈ നാഷണൽ ഹിന്ദു ലീഗ് സെമിനാർ നടത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവരെ വിലക്കെടുക്കാനും വരും. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഇവർ വിലയ്ക്ക് കൊടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല, പക്ഷെ വിലക്കെടുക്കാൻ ആൾ വരും, ഉറപ്പുള്ള വിഷയമാണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഘടന. ഇങ്ങനെ എത്ര ഈ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് ഏരിയ, വയനാട് ജില്ലയിൽ മേപ്പാടി ഏരിയ, അതിൻ്റെ മറുഭാഗം മലപ്പുറം ജില്ലയിൽ, ഈ പ്രദേശത്ത് പാലക്കാട് നെല്ലിയാമ്പതി, ഇവിടെയൊക്കെയാണ് ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത്. ഗാഡ്ഗിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലാണ് വന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഗാഡ്ഗിലിൻ്റെ കോലം കത്തിച്ചു. പോരാ, അന്ന് അതിന് അനുകൂലം പറഞ്ഞ PT തോമസിൻ്റെ ശവമഞ്ചം, ബിഷപ്പിൻ്റെ വേഷം കെട്ടിയവരല്ല, ഒറിജിനൽ ബിഷപ്പുമാർ ശവമഞ്ചം കൊണ്ട് നടന്നു. മേത്രാനടക്കം. മറക്കരുത്. അസത്യ പ്രചരണങ്ങളെ ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ്റെ റിപ്പോർട്ട് മാറ്റി ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്നു. അദ്ദേഹവും പഠിച്ചിട്ട് അത് ഏകദേശം അതൊക്കെ തന്നെ എഴുതി. അദ്ദേഹത്തെയും തള്ളി നമ്മൾ. ഇപ്പോഴും നമ്മളെ നിലപാടിൽ മാറ്റമില്ല. കാരണം വയനാട്ടിൽ ഈ വലിയ പ്രശ്നം ഇപ്പോൾ സംഭവിച്ചപ്പോൾ ഒരു ദിവസം മാത്രം നിലനിന്ന വിജ്ഞാപനം കേരള ഗവൺമെൻറ് ഇറക്കിയിരുന്നു. ഓർമ്മയുണ്ടല്ലോ? ശാസ്ത്രജ്ഞന്മാരും അങ്ങോട്ട് പോകരുത്, ശാസ്ത്രീയങ്ങളായ വിഷയങ്ങൾ പറയരുതെന്ന്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഊഹാപോഹങ്ങളും അബദ്ധങ്ങളും പറയാം, ശാസ്ത്രീയമായി ഒന്നും പറയരുത്. പിറ്റേന്നത് പിൻവലിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ആ റിപ്പോർട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയല്ല. അവിടെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇതിലൊരു മാറ്റം വരുത്തിയേ മതിയാവും. നമ്മുടെ വീക്ഷണങ്ങളിൽ മാറ്റം വരുത്തിയേ മതിയാവും. ഓരോരുത്തർ അവനവൻ്റെ നിലപാടുകളിൽ നിന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരർത്ഥവും ഇല്ല. ഇത് പറയുന്ന സമയത്ത് വയനാട്ടിൽ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ട്. 86,000 സ്ക്വയർ മീറ്ററിലേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ഭാഗത്തേ പറ്റിയിട്ടുള്ളൂ. 86,000 സ്ക്വയർ മീറ്ററിലേ പറ്റിയിട്ടുള്ളൂ. അത് ഓർമ്മിക്കുക. ലക്ഷക്കണക്കിന് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഇത്രയ്ക്കധികം നാശനഷ്ടങ്ങൾ ഉണ്ടായേ. എത്ര പേര് മരിച്ചു എന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ കണക്കോട്ട് വരികയില്ല. ആവർത്തിച്ച് പറയാം, അതിൻ്റെ കണക്കോട്ട് വരികയില്ല. ഇത്ര പേര് മിസ്സിങ് ആയി എന്നുള്ള കണക്ക് പോലും വരില്ല. ഉറച്ച ധാരണ കൊണ്ട് തന്നെയാണ് പറയണത്, ഊഹാപോഹം പറയല്ല. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ധാരണകളും ആശയങ്ങളും കുറച്ചൊന്ന് മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതിലേക്ക് ഒരു സൂചന കൂടി പറയാം.
അവിടെ പണ്ട് ചായത്തോട്ടമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികൾ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാരിയമ്മൻ സങ്കല്പം വന്നു. അവിടെ പൂർവികമായിട്ട് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. മാരിയമ്മൻ ക്ഷേത്രം വന്നു. ആ മാരിയമ്മൻ ക്ഷേത്രത്തെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ അവിടെ വലിയൊരു അരയാലിൻ്റെ താഴെ വെച്ച് ആരാധിച്ചു വന്നു, ഭംഗിയായിട്ട്. നമ്മൾ വലിയ വികസിച്ചല്ലോ. വികസിച്ചപ്പോൾ മാരിയമ്മ നമുക്ക് പോരാ. അപ്പോൾ എന്ത് ചെയ്തു? അഷ്ടമംഗല പ്രശ്നം വെച്ചു. അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ഇതൊന്നും പോരാ, നല്ല ക്ഷേത്രം ഉണ്ടാക്കണം എന്നായി. 1.5 കോടി രൂപ ചെലവിൽ ക്ഷേത്രം പണിതു. ഒരു കല്ല് പോലും അവിടെ ശേഷിച്ചിട്ടില്ല. എല്ലാം തൂത്തുവാരി കൊണ്ടുപോയി. മാരിയമ്മയുടെ അരയാലിന് ഒരു പോറലും ഏറ്റിട്ടില്ല. ഇത് നമുക്ക് പഠിക്കാമോ? കാവുകൾ മുഴുവൻ നശിപ്പിച്ച് അമ്പലങ്ങളാക്കുന്നവരാണല്ലോ നമ്മൾ. അമ്പലം എന്നുള്ള പേരിനൊരു ഇഷ്ടക്കേട് വന്നിട്ട് ക്ഷേത്രമാക്കുന്നവരാണല്ലോ നമ്മൾ. കാരണം പള്ളിക്കാരെയും എന്താ പറയേണ്ടത്, ക്വാറിക്കാരെയും മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. അപ്പം ഈ വികല വീക്ഷണം സമൂഹ മനസ്സിൻ്റെ ഓരോ അംഗപ്രത്യംഗത്തിലും ഉണ്ട്. അത് മാറ്റി പ്രകൃതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് ദോഹനം എന്നുള്ള ആശയത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ വികാസം നേടിയെടുക്കാം. ലോകത്തിൽ ഉടനീളം സഞ്ചരിച്ചു നോക്കൂ. എത്രയോ രാജ്യങ്ങളിൽ പോയ സമയത്ത് ഒരു നിശ്ചിത ശതമാനം വനത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ അമേരിക്കയിലായാലും കാനഡയിലായാലും ഓസ്ട്രേലിയയിലായാലും വികാസങ്ങൾ നടക്കുന്നുള്ളൂ. പല സ്ഥലത്തും വലിയ വൃക്ഷത്തെ നിലനിർത്താൻ വേണ്ടി റോഡ് വളച്ചു കൊണ്ടുപോയ നിർമ്മിതികൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അമ്പലം തകർക്കാൻ വേണ്ടി വളച്ചു കൊണ്ടുപോകും, അത് വേറെ വിഷയം. അതുകൊണ്ട് നമുക്ക് അതെ, ഒരൊറ്റ പർവ്വത പ്രദേശത്ത് പോലും ഞാൻ സഞ്ചരിച്ച എവിടെ ഒരു രാജ്യത്തും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ കണ്ടിട്ടില്ല. കാരണം പ്രകൃതിക്ക് അനുസരിച്ച നിർമ്മാണങ്ങളാണ് ആ രാജ്യങ്ങളിലൊക്കെ കാണുന്നത്. നമ്മളിവിടെ പരിഷ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാചീനമായ എല്ലാം നശിപ്പിക്കുകയും പുതിയ കുറേ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്താലേ പരിഷ്കാരമാവുന്നൊരു ധാരണ നമുക്ക് വന്നുപോയി. ആ ധാരണ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ഞാൻ പല രാജ്യങ്ങളിലൂടെ പോയി, പക്ഷേ അല്ലാത്ത അത്ഭുതം തോന്നിയൊന്ന് മാത്രം നിങ്ങളായിട്ട് പങ്കുവെക്കട്ടെ. അത്ഭുതം തോന്നിയത് കാംബ്രിഡ്ജിൽ ആ കാം നദിക്ക് കുറുകെയുള്ള ബ്രിഡ്ജ് 1400കളിലുള്ളത് അതേപടി നിലനിർത്തിയിരിക്കുക അവർ. എന്താ അവിടെ വികാസമില്ലേ ബ്രിട്ടനിൽ? നമ്മളാണെച്ചാൽ അത് പൊളിച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കി അടിയിൽ കൂടെ ബോട്ട് പോവാത്ത രീതിയിലാക്കുമായിരുന്നു. ഇവിടെ ശ്രീധർജി ഇരിക്കുന്ന സ്ഥലം, ശ്രീധർജി പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ജലഗതാഗതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും മറ്റും പണ്ട് APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വളരെ ഗൗരവതമമായി പറഞ്ഞ വിഷയമാണ്. പണ്ട് കാലത്ത് ആലപ്പുഴയിലുള്ള എല്ലാ പാലങ്ങളും പൊങ്ങിയിട്ടായിരുന്നു. മരപ്പാലായിരിക്കും, അതിനടിയിൽ കൂടെ ബോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പരിഷ്കാരം കൂടിയപ്പോൾ പാലം ഉണ്ടാക്കി, ഒരൊറ്റ പാലത്തിനടിയിൽ കൂടെ ബോട്ട് പോയിട്ട് തോണി തന്നെ പോയില്ല, പിന്നെയല്ലേ. അപ്പം ഇത് നമ്മുടെ സമൂഹ മനസ്സിന് പറ്റിയ വലിയൊരു രോഗത്തിൻ്റെ പരിണതിയാണ്. ഈ സമൂഹ മനസ്സിനെ നമുക്ക് തന്നെ മാറ്റിയെടുക്കണം. അതിന് ഈ പ്രകൃതി നമുക്ക് വേണ്ടിയുള്ളതല്ല, പാരസ്പര്യത്തോടുകൂടി സഹകരിച്ച് വസിക്കേണ്ടതാണ് എന്ന വൈദിക കാഴ്ചപ്പാടിനെ തിരിച്ചെടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം ഒരു 3-3.5 മണിക്കൂറെങ്കിലും പറയേണ്ടുന്ന വിഷയമാണ്. കാരണം ഈ പറഞ്ഞതിനൊക്കെ വേദമന്ത്രങ്ങളും അതിനനുസൃതങ്ങളായിരിക്കുന്ന ആശയങ്ങളും വെച്ച് വിപുലമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആശയത്തെ ഓരോരുത്തരും വിപുലമാക്കുക എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ വേരുകളിലേക്ക് ഒന്നിറങ്ങി വൈവിധ്യമാണ് സൗന്ദര്യമെന്നും വൈവിധ്യം ഒരിക്കലും വൈരുദ്ധ്യമല്ല എന്നുള്ള ഭാരതീയ ആശയത്തെ ഹൃദയത്തിലേറ്റുക എന്ന് മാത്രം പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെ സങ്കല്പത്തോടും കൂടി ചെയ്തതായി പറയട്ടെ. നമസ്കാരം.